ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു വിഷുദിനാശംസകൾ. ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഇത് കണക്ക് വിഷുക്കണിയൊക്കെ ഒരുക്കിയായിരുന്നു കേട്ടോ. നാട്ടിലായിരിക്കുമ്പം എൻ്റെ മോനായിരിക്കുന്ന സമയത്ത് അവൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എല്ലാവിധ വിശേഷങ്ങളും ആഘോഷിക്കണം എന്നുള്ളത്, അവനത് അറിയണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ദീപാവലി ആവട്ടെ, ഓണമാവട്ടെ, എല്ലാത്തിനും ഞങ്ങൾ സദ്യ ഒരുക്കുകയൊക്കെ ചെയ്യും. ഇപ്രാവശ്യം എൻ്റെ മോളെ ഞങ്ങൾ കൃഷ്ണനായിട്ട് ഒരുക്കുകയാണ്. ലാസ്റ്റ് ഇയറും അങ്ങനെ ഒരുങ്ങി കേട്ടോ. പുറത്ത് പോയി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ സമ്മറല്ലേ, അതുകൊണ്ട് ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും. വീട്ടിലായിരിക്കുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ക്രീമൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോൾക്ക്. പിന്നെ ഞാൻ അത്ര ഭംഗിയായിട്ട് അങ്ങനെ ഒരുക്കാനൊന്നും അറിയുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും ഒന്ന് പുരികമൊക്കെ എഴുതി കൊടുക്കുകയാണ്. ആളിരുന്ന് തരും. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഐലൈനർ എഴുതുമ്പോഴത്തേക്ക് കണ്ണടച്ച് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തുറന്നിങ്ങനെ ആൾക്ക് കാണാനുള്ളൊരു ആകാംക്ഷയാണ് മോൾക്ക്. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് തുറക്കും. അപ്പോൾ കണ്ണെഴുതി വെച്ചിട്ട് കുളമായിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഓർണമെൻറ്റ്സൊക്കെ തലയിൽ വയ്ക്കുന്ന കിരീടവും ഈ സാധനങ്ങളെല്ലാം ഞാൻ പേപ്പറിൽ വരച്ചിട്ട് ഗ്ലിറ്റർ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ലാസ്റ്റ് ഇയർ ഇങ്ങനെ കുറച്ച് ഗുലുമാലു പരിപാടിയൊക്കെ കാണിച്ചായിരുന്നു. ഒരു സന്തോഷം. ഇതൊക്കെ എടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നാളെ വലുതാകുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാനും പിന്നെ നമുക്കെടുത്ത് കാണാനും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാ ഡേയും ഇങ്ങനെ ഒരുപോലെ പോകുന്നതിനേക്കാളും ഇതുപോലുള്ള ആഘോഷങ്ങൾ വരുന്നതും അതിനുവേണ്ടി നമ്മൾ കുറച്ച് മെനക്കിട്ട് ഒരുക്കുന്നതും അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നതും അതൊക്കെ ഒരു എല്ലാ ഡേയും ഒരേപോലെ പോകുന്നതിനേക്കാളും അതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ലൈഫ് അല്ലെങ്കിൽ എന്നും നമ്മൾ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതും ഒരു രസമാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇങ്ങനെ ആഘോഷങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആഘോഷിക്കാനായിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡും ഞാനത് ഇൻട്രസ്റ്റ് പറയുമ്പം പുള്ളിയും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഇയറും എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ കണി കാണാൻ ഇങ്ങനെ സാധനങ്ങൾ വേണമെന്ന് ലിസ്റ്റ് ചെയ്യാൻ ലാസ്റ്റ് ഇയർ കൊടുത്തു. അപ്പോൾ ആൾ പോയി ഏഷ്യൻ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ഈ കണിവെള്ളരി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നത്. ഇപ്രാവശ്യം ഞാൻ കണി കാണണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, ലിസ്റ്റൊന്നും കൊടുത്തില്ല. പക്ഷേ ആൾക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉണർന്ന് നോക്കിയപ്പം ആളിതേ എല്ലാം വാങ്ങി വെച്ചിരിക്കുന്നു. സന്തോഷമായി. അതേ അങ്ങനെ മോളെ ഒരുക്കുകയാണ്. ഡ്രസ്സ് ഒരു ലാസ്റ്റ് ഇയറിലെ പട്ടുപാവാടയുടെ ഒരു ഉടുപ്പ്, കാരണം വെളിയിൽ പോയി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഡ്രസ്സ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇവിടെ സമ്മറാണെങ്കിലും വെയിലടിക്കുമെങ്കിലും ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ആ ഉടുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉടുപ്പിടാണ്ട് മുണ്ട് മാത്രമേ ഇങ്ങനെ ഉടുക്കാനായിരുന്നു പ്ലാൻ. പിന്നെ മുണ്ട് ഇത്തിരി വലിയ മുണ്ടായിരുന്നു, അത് ഇത്തിരി ഉടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എനിവേ ലാസ്റ്റ് എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ആദ്യം ഹസ്ബൻഡ് പോയി കണി കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചു. ഞാനും കണ്ണടച്ച് പോയി കണിയൊക്കെ കണ്ടു. എനിക്ക് കൈനീട്ടം തന്നു. ഹസ്ബൻഡ് ആണ് കേട്ടോ എനിക്ക് എപ്പോഴും കൈനീട്ടം തരാറ് ഫസ്റ്റ്. പിന്നെ ഞാനും കൈനീട്ടം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേരെ അക്കുനെ വിളിച്ചുകൊണ്ട് വന്ന് അക്കുനെയും കണി കാണിച്ചു. ദേണ്ടേ സിയ കൃഷ്ണനായപ്പം ഇതൊക്കെ കുറേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെല്ലാം മേക്കപ്പൊക്കെ കുറേയൊക്കെ കളഞ്ഞു, എല്ലാം ഊരി കളഞ്ഞു. പറ്റുന്നത്രയൊക്കെ പിക്ചർ ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ഞങ്ങൾ രാവിലെ കണി കണ്ടു. മോനെയും ഹസ്ബൻഡ് വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിച്ചു. അതുപോലെ മോളെയും കണി കാണിച്ചു. പിന്നെ പിള്ളേർക്കും കൊടുത്തു, കൈനീട്ടമൊക്കെ കൊടുത്തു, വിഷു കൈനീട്ടം. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു. പിന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടിയാണ്, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ചെറിയൊരു സദ്യ, അങ്ങനെ വലിയ മാരകമായ സദ്യ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. സാമ്പാറും അവിയലും പുളിശ്ശേരിയും പപ്പടവും അങ്ങനെയൊക്കെ വെച്ച് ഒരു ചെറിയ സദ്യയും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ, അങ്ങനെ പോണു. അപ്പം എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ. അതെ, അപ്പം ഈ കണി ഒരുക്കിയപ്പോഴുണ്ടല്ലോ കുറേ കറൻസി, ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ ബാലൻസ് കിട്ടിയതാണ് കേട്ടോ. US ഉണ്ടായിരുന്നു, ഖത്തറിലെ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് കറൻസിയൊക്കെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കൈ കിട്ടിയതെല്ലാം പറക്കി വെച്ചു കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഒന്നുകൂടി നല്ല വിഷുവാശംസകൾ നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കൂ. പിന്നെ എൻ്റെ ചാനൽ
ഇതുവരെയും മുമ്പ് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പം ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചാച്ചാ, ബൈ ബൈ, ടേക്ക് കെയർ.